അമ്മയ്ക്ക് പ്രസവ വേദന, മൂക്ക് വീണ വായന എന്ന് പറയുന്ന ഒരു അവസ്ഥയാണ് കേട്ടോ. വേറൊന്നുമല്ല, ആകാശവിന് പനിയായിട്ട് നമ്മൾ ഡിസ്ട്രിക്ട് ഹോസ്പിറ്റലിൽ കാണിക്കാനായിട്ട് പോകുന്നുണ്ടായിരുന്നു. അപ്പോൾ അവിടെ എത്തിയപ്പോഴേക്കും അവിടെ ഒരു നൊസ്റ്റാൾജിക് സർബത്ത് കടയുണ്ട്. എൻ്റെ കുഞ്ഞിലെ മുതലേ ഉള്ള സർബത്ത് കടയാണ്. ഞാൻ എപ്പോൾ പനിയായിട്ട് ഡിസ്ട്രിക്ട് ഹോസ്പിറ്റലിൽ പോയാലും അവിടുന്ന് ഒരു സർബത്ത് കുടിച്ചില്ലെങ്കിൽ എന്തോ എനിക്കൊരു മനോവിഷമമാണ്. അങ്ങനെ അവിടെ കയറി ഒരു സർബത്ത് കുടിച്ചു. ആകാശ് കുടിച്ചിട്ടില്ല കേട്ടോ, കാരണം ആകാശിന് പനിയാണല്ലോ. അപ്പോൾ സർബത്ത് കുടിക്കാൻ പാടില്ല, തണുപ്പാണ്. അപ്പം ഞാൻ കുടിച്ചു. എൻ്റെ ആഗ്രഹം അങ്ങ് സബലീകരിച്ചു. ഇപ്പോഴത്തെ കാലാവസ്ഥയിൽ പനി വന്നില്ലെങ്കിലേ ഉള്ള അത്ഭുതം. എന്താണ് ഈ കൊച്ചു കേരളത്തിൽ നടക്കുന്നത്? നമ്മുടെ കൊല്ലത്ത്, മൂന്നാറിലും ഊട്ടിയിലും ഒക്കെ ഉള്ള പോലെ മഞ്ഞ് വീഴ്ചയും തണുപ്പും ഒക്കെയാണ് കേട്ടോ. എന്താ ഇതെന്ന് എനിക്കറിയത്തില്ല. അങ്ങനെ ഡോക്ടർ പരിശോധിച്ചപ്പോൾ പറഞ്ഞു ഇഞ്ചക്ഷൻ എടുക്കണമെന്ന്. ആകാശ് പറഞ്ഞു എനിക്ക് ഇഞ്ചക്ഷൻ വേണ്ട, പേടിയ എന്ന് പറഞ്ഞതുകൊണ്ട് ഡോക്ടർ പറഞ്ഞു നെബുലൈസ് ചെയ്തിട്ട് വാ, ബാക്കി മരുന്ന് എഴുതി തരാമെന്ന്. അങ്ങനെ നെബുലൈസ് ചെയ്ത് കഴിഞ്ഞപ്പോഴേക്കും 8:18 അവിടെ എത്തിയപ്പോഴേക്കും ഡോക്ടർമാരൊക്കെ അടച്ചു പൂട്ടിപ്പോയിട്ടുണ്ടായിരുന്നു. കാരണം 8 മണിവരെ ഫീവർ സെക്ഷൻ ഉണ്ടായിരുന്നുള്ളൂ. പിന്നെ ഞങ്ങൾ കാഷ്വാലിറ്റിയിൽ പോയി കാര്യം പറഞ്ഞ് ഒരു ലോഡ് മരുന്ന് എഴുതി തന്നു. അങ്ങനെ ഞങ്ങൾ ഫാർമസി പോയി മരുന്നൊക്കെ വാങ്ങി നമ്മൾ നേരെ ചിന്നക്കടയിലോട്ട് വിട്ടു. ചിന്നക്കടയിൽ നമ്മുടെ പൊരിപ്പൊക്കെ കിട്ടുന്ന ഒരു സ്പോട്ടുണ്ട്. അപ്പോൾ അവിടുത്തെ മുട്ട ബജി, മുളക് ബജിയൊക്കെ അടിപൊളിയാണ്. അങ്ങനെ അവിടുന്ന് ഞങ്ങൾ മുട്ട ബജി, മുളക് ബജിയൊക്കെ കഴിച്ചു. അപ്പോൾ പനിയായിട്ട് എണ്ണ പലഹാരമൊക്കെ കഴിക്കാമോ എന്ന് ചോദിച്ചാൽ ആകാശിൻ്റെ ഒരു ആഗ്രഹമാണ്. ഞാനാരും നിർബന്ധിച്ചിട്ടൊന്നുമില്ല. പിന്നെ എനിക്ക് തിന്നാൻ തന്നാൽ ഞാൻ കഴിക്കും.